ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നാടൻ കപ്പ ഉലർത്തിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കപ്പ ഉലർത്തിയത് തയ്യാറാക്കുന്നത്. 1 കിലോ കപ്പയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം കപ്പ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് കപ്പ. എന്നിട്ട് ചൂടാക്കിയ വെള്ളത്തിലേക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം ഊറ്റിക്കളയാം. പിന്നെ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഇവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഊറ്റി വെച്ചിരിക്കുന്ന കപ്പ ചേർത്തിട്ട് വേവിച്ചെടുക്കാം. തണുത്ത വെള്ളത്തിലേക്ക് ഈ കപ്പ ചേർക്കുന്നതിന് നല്ലത് ചൂടായ വെള്ളത്തിലേക്ക് തന്നെ ചേർത്തിട്ട് വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നേരത്തെ തിളപ്പിച്ചെടുത്തത് കൊണ്ട് തന്നെ കപ്പ കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. കപ്പ ഇവിടെ വെന്ത് വരട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 10-15 ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ചെറുതായതുകൊണ്ട് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. 7-8 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ വറ്റൽമുളക് 8 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കാം. കപ്പ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് എടുത്ത് വെക്കാം. എന്നിട്ട് വെള്ളം ഊറ്റിക്കളയാം. പിന്നെ കുറച്ചുകൂടെ വേവിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഇതെടുത്ത് വെച്ചതിന് ശേഷം കുറച്ച് സമയം കൂടെ കപ്പ ഇതിൽ തന്നെ വെച്ചിരിക്കാം. എന്നിട്ട് പിന്നെ വെള്ളം ഊറ്റിക്കളഞ്ഞാൽ മതിയാവും. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും വറ്റൽമുളകൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതൊരു നാടൻ റെസിപ്പിയാണല്ലോ, അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് കൂടുതൽ നല്ലത്. വെളിച്ചെണ്ണ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്, ടേസ്റ്റ് കൂടുന്നത്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ മുളക് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒക്കെ റോസ് സ്മെൽ ഒന്ന് മാറി വരട്ടെ. വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കുന്നുണ്ട്. തേങ്ങ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സമയത്ത് കപ്പ വേവിച്ചത് ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. പക്ഷേ തേങ്ങ ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. പിന്നെ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പ ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കപ്പയൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കണം. കപ്പ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കപ്പ ഉലർത്തിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. പിന്നെ നമ്മുടെ ചാനലിൽ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കപ്പ പുഴുക്കിൻ്റെയും ഉള്ളി ചട്നിയുടെയും. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതുകൂടെ കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോസൊക്കെ നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്